മോർഫ് ചെയ്ത അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച നേതാവിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് മുൻ വനിതാ നേതാവ് തൃശൂർ DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിനും യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്ന മറ്റ് 2 പേർക്കുമെതിരെയാണ് യുവതി പരാതി നൽകിയിരുന്നത്. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് പാർട്ടി നേതൃത്വമാണെന്നും പരാതിക്കാരി പറയും. ഞാൻ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. KPC പ്രസിഡന്റ് ആദ്യത്തെ KPC പ്രസിഡന്റ് കൊടുത്തു, അത് കഴിഞ്ഞ് പുതിയ KPC പ്രസിഡന്റ് കൊടുത്തു, തൃശ്ശൂര് മാറി വന്ന 3 DCC പ്രസിഡന്റുമാർക്ക് കൊടുത്തു. ഒക്കെ ഉണ്ടാവും നമ്മളിത് എല്ലാം ചെയ്യും എന്ന് പറയല് മാത്രമല്ല, വേറെ ഒന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കാനാ? പാർട്ടിയോട് നടപടി എടുക്കാന്ന് പറയുമ്പോ നമ്മളതിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ എന്ത് നടക്കാനാ? പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ലെവിൻ K. വിജയൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, എന്തൊക്കെയാണ് ഈ മുൻ വനിതാ നേതാവിന്റെ പരാതി? ഒപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഇപ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണോ ഇവർ? പിന്നിൽ 2022-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഇതേക്കുറിച്ച് ആദ്യം തൃശ്ശൂരിലെ ലോക്കൽ പോലീസും മതിലകം പോലീസും അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്ന ഒരു കേസാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ വനിതാ നേതാവാണ് പരാതിക്കാരി. 10 വർഷത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും നിരവധി കേസുകളിൽ 30-ലധികം കേസുകളിൽ രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായിരിക്കുകയും അങ്ങനെ സജീവ സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്ന ആളാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി. ഇപ്പോൾ ഈ കേസിനെ തുടർന്ന് ഇവർക്ക് പ്രവാസ ജീവിതം നയിക്കേണ്ട നിലയിലേക്ക് എത്തി. മാനഹാനി ഉണ്ടായി നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത നിലയെത്തിയപ്പോഴാണ് ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സംഭവം 2022-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഈ യുവതിയുടെ വ്യാജ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയകളിലൂടെയും ടെലഗ്രാം, വാട്സാപ്പ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചു. പോൺ സൈറ്റുകളിൽ ഈ ദൃശ്യങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അപ്ലോഡ് ചെയ്ത് മാനഹാനി ഉണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് യുവതി അന്ന് പരാതിയായി നൽകിയത്. ഈ പരാതിയിന്മേൽ കോൺഗ്രസിൻ്റെ നിലവിലെ DCC ജനറൽ സെക്രട്ടറിയും അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശോഭാ സുബിൻ അടക്കം സുമേഷ് പാട്ടാണിയിൽ, അഫ്സൽ തുടങ്ങിയ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകളെ ഇപ്പോഴും അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നേതൃത്വ നിരയിലുമൊക്കെ സജീവമായിട്ടുള്ള ആളുകളാണ്. ഇവർക്കെതിരെ പരാതി നൽകുകയും ഈ പരാതിയിൽ 2022-ൽ മതിലകം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കാട്ടിക്കൊണ്ട് പിന്നീട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം ഏറ്റെടുത്തു. ഈ സംഭവത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ യുവതി പരാതി നിരന്തരം ഉന്നയിച്ചിരിക്കുന്നത്. KPCC-ക്കും DCC-ക്കും മാറി മാറി വന്ന മുഴുവൻ അധ്യക്ഷന്മാർക്കും താൻ പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ശോഭാ സുബിനെ ഇന്ന് DCC ജനറൽ സെക്രട്ടറിയായി പാർട്ടി നേതൃത്വം അവരോധിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യുവതി ആരോപിക്കുന്നത്. അന്നത്തെ ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്ന് 3 വർഷ കാലയളവ് പിന്നിട്ടിരിക്കുന്നു. 3 വർഷ കാലയളവിനിടയിൽ 2 KPCC അധ്യക്ഷന്മാർ മാറി വന്നു. അതോടൊപ്പം തന്നെ 2 DCC അധ്യക്ഷന്മാർ മാറി വന്നു. ഇവരെ നേരിൽ കണ്ടും മറ്റും പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പാർട്ടി നേതാക്കളിൽ നിന്നും ഉറപ്പ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ KPCC നേതൃത്വം ഈ സംഭവത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രാഥമികമായ അന്വേഷണം നടത്തി ആ പരാതി രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ശോഭാ സുബിൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. കെ സുധാകരനൊപ്പം തന്നെ MM ഹസൻ, അതോടൊപ്പം തന്നെ നിലവിലെ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾക്കാണ് യുവതി പരാതി നൽകിയത്. സണ്ണി ജോസഫ് പറഞ്ഞത് തന്നോട് ഇത്തരത്തിലാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മളെ യുവതി അറിയിച്ചത്. അതായത് ഇത് ഒരു കഴിഞ്ഞുപോയ പരാതിയല്ലേ, ഒരു പഴയ പരാതിയല്ലേ, അതുകൊണ്ട് ഏത് തരത്തിൽ ഇതിനകത്ത് താൻ എന്ത് ഇടപെടൽ നടത്തും എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് യുവതിയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോസ് വള്ളൂരുണ്ട്, നിലവിലെ DCC പ്രസിഡന്റായിട്ടുള്ള ടാജിറ്റുണ്ട്. അങ്ങനെ 2 DCC പ്രസിഡന്റുമാർക്കും ഏറ്റവും അടുത്ത 1 വർഷം മുൻപ് വരെ പരാതി നൽകിയെങ്കിലും ആ പരാതിയിന്മേലും നടപടി ഉണ്ടാകുന്നില്ല. പക്ഷേ ആരോപണ വിധേയനായിട്ടുള്ള ആളെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ യുവതി നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവർ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ
വലിയ ബുദ്ധിമുട്ട്. സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളാണ് താൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഘട്ടത്തിലും പാർട്ടിക്കെതിരെ കുറ്റം പറയാൻ തയ്യാറല്ല എന്നുള്ള നിലയിലാണ് അവർ നമ്മളോട് സംസാരിച്ചത്. പക്ഷേ അവരുടെ ശബ്ദ സംഭാഷണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ നേരിട്ട് വന്ന് പാർട്ടിക്കെതിരെ ഒരു പരാതി പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ നിന്നും KPCC നേതൃത്വത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു നീതിയും തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് അവർ കരഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ചതും മറ്റും. ഇതൊരു വ്യക്തിപരമായൊരു വിഷയമല്ല. തനിക്കൊപ്പം മറ്റൊരു യുവതികൾ ഈ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കും പരാതിപ്പെടാനുണ്ടാകുന്ന ഒരു സാഹചര്യം KPCCയിലും DCCകളിലും ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ അതോടുകൂടി തങ്ങളുടെ വളർന്നു വന്ന സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ച് ജീവിതത്തിൽ തന്നെ മാനഹാനി ഏറ്റുവാങ്ങി മറ്റൊരു സ്ഥലത്ത് പോയി ഈ ഒന്നും അറിയാത്ത ആളായി, നാട്ടിലില്ലാത്ത ആളായി ജീവിക്കേണ്ട നിലയിലേക്ക് തന്നെപ്പോലെ മറ്റൊരു യുവതിക്കും ഒരു പെൺകുട്ടിക്കും ഇനിയും അവസരമുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയും ഈ പരാതിയിന്മേൽ ഉണ്ടാവണം. ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കാനുള്ളൊരു കാരണം നമുക്കറിയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണവും മറ്റുമാണ്. ഈ ആരോപണത്തിൽ കർശനമായ ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നു. പക്ഷേ നിലവിൽ നിലനിൽക്കുന്ന പരാതികളിൽ യാതൊരു തരത്തിലുള്ളൊരു നടപടിയും KPCC നേതൃത്വം കൈക്കൊള്ളുന്നില്ല എന്നുള്ള കാര്യം ഈ യുവതി നമ്മളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ലെവിൻ, ഇതിപ്പോൾ KPCC നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ യുവ വനിതാ നേതാവിന്റെ പരാതികളിലൊന്ന്. പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ഏത് ഘട്ടത്തിൽ വരെ അന്വേഷണം പോയിരുന്നു? നിയമപരമായ അന്വേഷണം ഏതെല്ലാം തലത്തിലേക്ക് എത്തിയിരുന്നു? ബിനിൽ, ആ കാര്യത്തിൽ നമുക്കൊരു കൃത്യത വരുത്താനായിട്ടില്ല. കാരണം അന്ന് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം പൂർത്തീകരിച്ചു. പക്ഷേ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യുവതി നമ്മളോട് പറഞ്ഞത്. ഈ ശോഭാ സുബിൻ, ആരോപണ വിധേയനായ DCC ജനറൽ സെക്രട്ടറിയുമായി നമ്മൾ അല്പസമയങ്ങൾക്ക് മുൻപ് സംസാരിച്ചിരുന്നു. അയാൾ പറഞ്ഞത് ഈ കേസ് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് ഈ കേസ് കുറ്റപത്രം സമർപ്പിച്ചതിൽ വസ്തുതയില്ല എന്ന് കണ്ടെത്തി കാട്ടി കോടതിക്ക് റിപ്പോർട്ട് നൽകിയ ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഈ ശോഭാ സുബിൻ നമ്മളോട് വിശദീകരിച്ചത്. ഏതായാലും തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ അല്പസമയങ്ങൾക്കകം ശോഭാ സുബിൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ കാര്യത്തിൽ ശോഭാ സുബിൻ എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നിലവിൽ ഈ യുവതിയുള്ളത് വിദേശ രാജ്യത്താണ്. അവർ അവിടെ ജോലി ചെയ്ത് വരികയാണ്. നാട്ടിൽ തിരികെ വന്ന് പരാതിപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴില്ല, അല്ലെങ്കിൽ പരാതി മാധ്യമങ്ങളോടക്കം നേരിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഏറ്റവും ഒടുവിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി നൽകിയിട്ടുണ്ട്. നിലവിലെ DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം ഒരു നിസ്സംഗതാ മനോഭാവത്തിലാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോഴെങ്കിലും തനിക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ തന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറായത്. പക്ഷേ ആ ഘട്ടത്തിലും തൻ്റെ പാർട്ടിക്കെതിരെ ഒരു തരത്തിലും പറയാൻ, പാർട്ടിക്കെതിരെ ഒരു പരാതി ഉന്നയിക്കാൻ നേതൃത്വത്തിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് നേരിട്ട് വന്ന് പറയാൻ തയ്യാറാകുന്നില്ല ഈ യുവതി എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും ശോഭാ സുബിൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ KPCC DCC നേതൃത്വങ്ങളുടെ നിലപാട് എന്താണ്, അവർക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം K സുധാകരനും TN പ്രതാപനും അതോടൊപ്പം തന്നെ മറ്റ് MM ഹസനും സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾക്ക് ഈ പെൺകുട്ടി പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സണ്ണി ജോസഫും ജോസഫ് ടാജറ്റും ഒഴികെ പരാതി നൽകിയിരിക്കുന്ന മുൻ KPCC DCC അധ്യക്ഷന്മാരുടെ ഇമെയിലായി നൽകിയ പരാതിയും അതോടൊപ്പം തന്നെ കൈപ്പടയിൽ എഴുതിയ പരാതിയുടെ പകർപ്പുമെല്ലാം ന്യൂസ് മലയാളത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ സണ്ണി ജോസഫിൻ്റെയോ ജോസഫ് ടാജറ്റിൻ്റെയോ പക്കലുള്ള പരാതിയെക്കുറിച്ച് നമുക്ക് ആധികാരികമായി വിവരം നൽകാനാവില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ശബ്ദ സംഭാഷണമുള്ളത്. ഏതായാലും ഒരു വിവാദം കൂടി കോൺഗ്രസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ DCC കേന്ദ്രീകരിച്ചുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിനും മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ 2 പ്രവർത്തകർക്കുമെതിരെയാണ് പരാതി. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 10 വർഷത്തോളം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും 35-ലധികം കേസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിയാവുകയും ചെയ്ത ഒരു പെൺകുട്ടിക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായതോടുകൂടി, അതായത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ സഹപ്രവർത്തകരായ ആളുകളിൽ നിന്നും അപ്ലോഡ് ചെയ്ത് അത് വ്യാജമായി പ്രചരിക്കപ്പെട്ടു. അതിലൂടെ മാനഹാനിയുണ്ടായി. നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ഈ പരാതിയിന്മേൽ പാർട്ടി അധ്യക്ഷന്മാർക്ക് പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. തൻ്റെ പരാതികൾ അവഗണിക്കുകയാണ് തുടർച്ചയായി എന്നുള്ളതും ഇവർ പറയുന്നു. അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ നേതൃത്വം സ്വീകരിക്കുമ്പോൾ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത ഒരു നടപടിയുടെ പേരിൽ എങ്ങനെ ഇതൊരു മാതൃകാപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് കോൺഗ്രസ് പിന്തുടർന്ന് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ ചോദിക്കുന്നത്. മാത്രമല്ല, തന്നെപ്പോലെ പരാതിപ്പെട്ട നിരവധി ആളുകളുണ്ട്, അവർക്ക് നിരവധി പരാതികളുണ്ട്. ഈ പരാതികൾ മേലൊക്കെ
തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് ധൈര്യപൂർവ്വം വന്ന് പാർട്ടി വേദികളിൽ പരാതി നൽകാനും അതിന് പരിഹാരമുണ്ടാക്കാനും സാധിക്കണം. അത്തരമൊരാവശ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് താനിപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ യുവതി നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ ശോഭാ സുബിൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിനുശേഷം ഓക്കേ. എന്താ